ഇങ്ങനെ മലബാർ സൈഡിലോട്ടൊക്കെ പോയിട്ട് നല്ല മലബാർ ഫുഡും സ്നാക്സും എല്ലാം ഇങ്ങനെ എന്താ പറയുക അതൊക്കെ എടുക്കണം എന്നും കഴിക്കണം എന്നൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ പ്ലാൻ ചെയ്ത് പോകാൻ വേണ്ടി തയ്യാറെടുത്തിരിക്കുമ്പോഴാണ് നമ്മുടെ കൊച്ചിയിലെ എടപ്പള്ളി തന്നെ നല്ല മലബാറി ഫുഡും സ്നാക്സും എല്ലാം കിട്ടുന്ന ഒരു ഹോട്ടലുണ്ട്. ഹോട്ടലല്ല, അവിടെ മെയിനായിട്ട് സ്നാക്സ് സ്റ്റോഴ്സും അങ്ങനെ എല്ലാം കൂടി ചേർന്ന ഒരു ഹോട്ടൽ തന്നെ. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ അവിടെയാണ് പോകുന്നത്. ഇത് ഹോട്ടൽ എന്ന് പറഞ്ഞ് നമ്മൾ ഏകദേശം ലുലുവിൽ നിന്നും എടപ്പള്ളി ടോൾ എത്തുന്നതിന് തൊട്ട് മുമ്പ് പിട്ടാപ്പള്ളി, ഇത് എൻ്റെ ബാക്കിൽ പിട്ടാപ്പള്ളി ഉണ്ട്, അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മൾ ഈ പറഞ്ഞ ഹോട്ടൽ ഇഫ്താർ, ദ ടേസ്റ്റ് ഓഫ് മലബാർ. നമ്മൾ ഇവിടെ തന്നെ എൻ്റെ ഫ്രണ്ടിൽ തന്നെ നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും മലബാറിലേക്ക് പോകുന്നതിന് മുമ്പ് അവിടുത്തെ ഫുഡിൻ്റെയും ബാക്കി എല്ലാ സ്നാക്സിൻ്റെയും ടേസ്റ്റൊക്കെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഒന്ന് അറിഞ്ഞേക്കാം അല്ലേ. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ ഉള്ളിൽ കയറിയിട്ട് നമുക്കറിയാം. ബൈ. ഇതാണ് ഇർഷാദ്, നമ്മുടെ കടയിലെ ഓൾനോളാണ്. ഇർഷാദ് തന്നെയാണോ അതിൻ്റെ ഓണറും? ഓണർ വേറാണ് നമ്മളിവിടെ മാനേജിങ് നടക്കുന്നത്. അഷ്റഫ് അല്ലേ? അപ്പോൾ അഷ്റഫ് എന്ന് പറഞ്ഞൊക്കെയാണ് എൻ്റെ ഓണർ. അപ്പോൾ ഇത് എത്ര നാളായി നമ്മളിവിടെ തുടങ്ങിയിട്ട്? നമ്മളിപ്പോൾ തുടങ്ങിയിട്ട് ഇപ്പോൾ നോമ്പ് 1-നാണ് തുടങ്ങിയത്. ഇപ്പോൾ 2 മാസത്തോളമായി. 2 മാസത്തോളമായി. എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ സ്നാക്സിൻ്റെ, കാരണം സാധാരണ നമ്മളിങ്ങനെ ഹോട്ടൽസൊക്കെ കണ്ടിട്ടുണ്ട്, എന്താ പറയുക പല ഫുഡും ഇങ്ങനെ ഓരോ സംഭവങ്ങൾ. പക്ഷേ ഈ സ്നാക്സിൻ്റെ മാത്രമായിട്ട് ഇങ്ങനെ ഒരു കൗണ്ടറൊക്കെ ഓപ്പൺ ചെയ്തിട്ട് ഇതിപ്പോൾ നമ്മുടെ നാട്ടിലെ വീടുകളിൽ മാത്രം കാണപ്പെടുന്ന ഫുഡുകളാണ്. ഇതിപ്പോൾ കൊച്ചിക്കാർക്ക് എല്ലാവർക്കും പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ തുടങ്ങിയത്. മുട്ടമാല, ഇറച്ചിപ്പത്തിരി, അങ്ങനെ ഒരുപാട് സ്നാക്സുകളാണ്. ആദ്യം ഒരു ലൈം ജ്യൂസ് കുടിക്കാം. ഇത് നമ്മുടെ സ്പെഷ്യൽ ലൈമാണ്, അത് കുടിച്ച് നോക്കിയിട്ട് പറയാൻ പറ്റും. സ്പെഷ്യൽ ലൈം അപ്പോൾ ജസ്റ്റ് ഒന്ന് കുടിക്കാൻ പോവാണ്. ഇതൊക്കെ എന്താ ടുഡേ സ്പെഷ്യൽ കിച്ചടി അലീസ. അതെ, അലീസ എന്നൊക്കെ പറയണത് നമ്മുടെ നാട്ടിലെ ഒരു കല്യാണ സൽക്കാരങ്ങളിലും കൊടുക്കുന്ന സാധനങ്ങളാണ്. ഗോതമ്പ് ചിക്കനൊക്കെ ചേർത്ത് ഒരു പഞ്ചസാര വേണമെങ്കിൽ പഞ്ചസാര ഇടാം, അതുപോലെ ചമ്മന്തി, അങ്ങനെ അച്ചാർ വേണമെങ്കിൽ അച്ചാർ ഉപയോഗിക്കാം. അങ്ങനെയൊക്കെ കഴിക്കുന്ന ഒരു ടേസ്റ്റാണ്, പ്രത്യേക ടേസ്റ്റാണ് അതൊക്കെ. അലീസ പയറ് കഞ്ഞി, പഴയ കാലത്ത് ആൾക്കാരുകൾ കഴിക്കുന്ന കഞ്ഞികളാണ് പയറ്റ് കഞ്ഞി. ഒരു പഴയ കാലങ്ങളിൽ ബിരിയാണി അരി, ചെറുപയർ പരിപ്പൊക്കെ ചേർത്തുണ്ടാക്കുന്ന ഒരു പയറ്റിട്ടുള്ള ഒരു കഞ്ഞിയാണ്. അതാണ് പയറ്റ് കഞ്ഞി. പിന്നെ തരി കാച്ചിയത്, മുത്താറ് കാച്ചിയത്, ഗോതമ്പ് മുത്താറ് കാച്ചിയത് എന്ന് പറഞ്ഞാൽ റാഗി, അതുപോലെ ശർക്കര, അങ്ങനെ തേങ്ങാപ്പാലും അതുപോലെ അണ്ടിപ്പരിപ്പൊക്കെ ചേർത്തുണ്ടാക്കുന്ന ഒരു ചെറിയൊരു മധുര പാനീയമാണ്. അതൊരു ഏകദേശം പറഞ്ഞാൽ ഒരു പായസം പോലെ ചെയ്തെടുക്കുന്ന സാധനം. പായസം പോലെ. പിന്നെ ഫിഷ് ബിരിയാണി, അതായത് നമ്മൾ ദമ്മൊക്കെ ഇട്ട് മസാലയൊക്കെ ചേർത്ത് ഒരു ഇലയിലൊക്കെ പൊതിഞ്ഞ് പ്രത്യേക ടേസ്റ്റ് കൊടുക്കുന്ന സാധനമാണ് ഫിഷ് ബിരിയാണി. അതെ, നോക്കി നമ്മളിവിടെ മൊത്തം സ്നാക്സ്, മലബാറി സ്നാക്സ്, തലശ്ശേരി സ്നാക്സ് എല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഇനിയും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അടുത്ത് വന്നിട്ടുണ്ട്. ഇത് കുഞ്ഞറൊട്ടി എന്ന് പറയും. ഏതാ? കുഞ്ഞറൊട്ടി എന്ന് പറയും. അതായത് അരിമാവ്, ചിക്കൻ മസാലയൊക്കെ ചേർത്ത് കുഴച്ചെടുക്കുന്ന സാധനം. അരിമാവിനെ കൊണ്ട് ചെറിയ റൊട്ടിയാക്കിയിട്ട് അതിൽ ചിക്കനൊക്കെ ഇട്ട് കുഴച്ചെടുക്കും. അതാണ് ഈ കുഞ്ഞറൊട്ടി എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും സ്നാക്സ് ഒക്കെ ഇരിക്കുന്നത് നമുക്ക് കഴിച്ച് ടേസ്റ്റ് നോക്കാം. ഇതാണ് മുട്ടമാല. ഇത് ഫുൾ മുട്ടയുടെ വെള്ള, മുട്ടയുടെ മഞ്ഞയാണ്. മുട്ടയുടെ വെള്ള സെപ്പറേറ്റ് ആക്കി മഞ്ഞ വേറെ തന്നെ ആക്കി അതിൽ മധുരമൊക്കെ ഇട്ട് മാല പോലെ ആക്കി എടുക്കുന്ന സാധനമാണ് മുട്ടമാല. എനിക്ക് എന്താ പറയുക, ഇത് ശരിക്കും തലശ്ശേരി അമ്മായി ഫുഡ്. ഏതാ ഗ്രേപ്പ് ഒക്കെ ഇട്ട് അടിക്കണാണല്ലോ. ഇതെന്താണ് പേര് നമ്മുടെ? ഇതിന്റെ കുഞ്ഞറൊട്ടി എന്ന് പറയും. കുഞ്ഞറൊട്ടി. അതായത് തലശ്ശേരിയിൽ കക്കറൊട്ടി എന്നും പറയും. കക്കറൊട്ടി. ചിക്കൻ പീസും ഉണ്ട്. നമ്മളിവിടെ മറ്റേ പിടിയായിട്ട് സാമ്യം. എന്തായാലും നമുക്ക് ഓരോന്നിങ്ങനെ ടേസ്റ്റ് ചെയ്തിട്ട് പോവാം. ഇതാണ് ഒരു മുട്ടമാല. ഇതൊക്കെ ഒരു കടകളിലും ലഭിക്കാത്ത സാധനങ്ങളാണ്. ഇതൊക്കെ വീടുകളിൽ മാത്രം കാണപ്പെടുന്നു. അവിടെ വീടുകളിലല്ല, സൽക്കാരത്തിന് കാണുന്നത് സാധനങ്ങളായിരിക്കും. ഇത് മൊത്തം ഫിഷ് എഗ്ഗിന്റെ ആണ്. മൊത്തം എഗ്ഗാണ്. ഇത് ചട്ടിപ്പത്തിരി എന്ന് പറയും. ചിക്കനും മുട്ടയും ചേർത്തുണ്ടാക്കുന്ന സാധനം. ചിക്കനും മുട്ടയല്ലേ? അതെ. ചട്ടി ഒരു അട്ടിയാക്കി എടുക്കുന്ന സാധനം. കുറേ ലേയേഴ്സ് ആയിട്ട് ഇത് ഇങ്ങോട്ട് വന്നാൽ മതി, എല്ലാം കൂടി മുട്ട ലെയർ, ചിക്കൻ ലെയറൊക്കെ വെച്ചിട്ട്. റാഗി, അതായത് ശർക്കര, അതുപോലെ റാഗി പുല്ലൊക്കെ ചേർത്ത് അരച്ച് അതിന്റെ തേങ്ങാപ്പാലൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന സാധനമാണ് റാഗി. ഏതൊക്കെയാണ്? റാഗി പുല്ല് അരച്ചിട്ട്, അതെ, അതില് തേങ്ങാപ്പാല്, പഴം ഒക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന സാധനമാണ് റാഗിയട. അടകള് പല വിധങ്ങൾ ഇവിടെ ഉണ്ട്. റാഗിയട, ചെമ്മീനട, സേമിയട, അതുപോലെ സേമിയട, ചിക്കൻ അട, ഒരുപാട് എല്ലാത്തിലും അടയുന്നുണ്ട്. അപ്പൊ ബാക്കിയുള്ളതിലൊക്കെ മധുരമായിരിക്കും, സ്വീറ്റ് ആയിരിക്കും? അതോ? ചെമ്മീനട സ്പൈസി ആണ്, ബാക്കിയെല്ലാം സ്വീറ്റ്.
ചിക്കനാടെ സ്പൈസ് ആണ്. ചെമ്മീനാട ചിക്കനാട സ്പൈസി, ബാക്കിയെല്ലാം സ്വീറ്റ്. നല്ല സോഫ്റ്റ് ആയിട്ട്. നല്ല സോഫ്റ്റ് ആയിട്ട്. അതായത് ഒരു 4-5 മണിക്കൊക്കെ എല്ലാ ഐറ്റംസുകളും റെഡിയാക്കി വെക്കും. ഒരു വൈകുന്നേരം ഈവനിങ് സ്പെഷ്യലായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതിൽ പഴവും മറ്റേ നട്ട്സും കൂടി ഇട്ടാണ് കാരണം കൂടുതൽ ടേസ്റ്റാണ്. ഇത് കായ്പോളം പറയും. ഇതൊരു വളരെ രുചിയേറിയ സാധനം. മുട്ട, പഴം, ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ചേർത്ത് എണ്ണയില്ലാതെ സ്റ്റീം ചെയ്തെടുക്കുന്ന സാധനമാണ് ഇത്. സ്റ്റീം ചെയ്തെടുക്കുക. മെയിൻ മുട്ടയാണ്. മെയിൻ മുട്ട, നട്ട്സ്, പഴം വരും. ഇതുപോലെ തന്നെ ഒരു റൊട്ടിപ്പോള എന്ന് പറഞ്ഞിട്ട് ഒരു സാധനമുണ്ട്. ബ്രെഡ് ഇത് കായ്പോള കുറച്ച് നേരത്തേക്ക് മുന്നേ കഴിച്ചത് ചട്ടിപ്പതിരി. എന്തായാലും ഇതിങ്ങനെ കഴിച്ച് ടേസ്റ്റ് നോക്കൽ മാത്രമല്ല, നമുക്ക് 1-2 ഐറ്റം ഉണ്ടാക്കി കാണിക്കുന്നുണ്ട് നമ്മുടെ കിച്ചണിൽ. ഇത് പഴം നിറച്ചത് തന്നെയല്ലേ? പഴം നിറച്ചത്. ഇത് എന്തൊക്കെയാ ഇതിന്റെ ഫില്ലിങ്സ് വരുന്നത്? ഇതില് തേങ്ങ, പഞ്ചസാര, നട്ട്സ് അതൊക്കെ മറ്റേ മൈദയും മസാലയും തൊട്ടിട്ടില്ല. അതൊന്നുമില്ല, മൈദ മസാലകളൊന്നുമില്ല. വെറും പഴം, പ്യൂർ പഴത്തിനകത്ത് തേങ്ങ, പഞ്ചസാര ഒക്കെ വെച്ച് ഫില്ല് ചെയ്തെടുക്കണം. ഇതെന്താ? ഇത് കപ്സ ബിരിയാണി, അതായത് ഇറച്ചിച്ചോറ് എന്ന് പറയും. നമ്മളെ തലശ്ശേരിയിൽ ഇറച്ചിച്ചോറ് എന്ന് പറയും. റൈസും ചിക്കനൊക്കെ ചേർത്ത് ഒരു പാത്രത്തിൽ വെച്ചിട്ട് കുഴച്ചിട്ട് അതിൻ്റെ മുകളിൽ ദമ്മൊക്കെ ഇട്ട് എന്നിട്ട് ഇലയിലൊക്കെ പൊഞ്ഞിട്ട് എടുക്കുന്ന സാധനമാണ് കപ്സ. കാണിക്കാലോ. ഇതെങ്ങനെ ശരിക്കും ഉണ്ടാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാത്രത്തിൽ വെച്ച് റൈസും മസാലകളൊക്കെ ഒരു പാത്രത്തിൽ വെച്ച് ഉണ്ടാക്കും. എന്നിട്ട് അതിൻ്റെ മുകളിൽ ദമ്മിട്ടിട്ട് കുഴച്ചെടുക്കും. എന്നിട്ട് ഇലയിലേക്ക് പൊതിഞ്ഞ് കഴിക്കുമ്പോൾ വേറെ തന്നെ ടേസ്റ്റാണ്. ബിരിയാണി അല്ല, ഇറച്ചിച്ചോറ് എന്ന് പറയാം. ഇതൊരു പ്രത്യേകത അച്ചാറാണ്. നമ്മുടെ ഇറച്ചിയുടെ എല്ലാ സത്തും നമ്മുടെ ചോറിലേക്ക് കിട്ടും. അതാണ് അതിന്റെ പ്രത്യേകത. ഇഞ്ചി, അതുപോലെ പച്ചമുളക് അതൊക്കെ ചേർത്തുണ്ടാക്കുന്ന ഒരു പ്രത്യേകത അച്ചാറാണ്. ഈത്തപ്പഴം, പൈനാപ്പിള്, ബീട്രൂട്ട്, ഈ 3 സാധനങ്ങൾ മിക്സ് ചെയ്തിട്ടുണ്ടാക്കുന്നത്. അത് പെട്ടെന്ന് മനസ്സിലാവില്ല എന്താ അച്ചാറാണെന്ന്. കാരണം എല്ലാത്തിനും മിക്സ് ചെയ്യും. പക്ഷെ ബീട്രൂട്ട് എന്തോ ടച്ച് എന്ന് തോന്നും. ടച്ച് ചെയ്യില്ല. അത് കളർ കണ്ടാലും ബീട്രൂട്ടാണെന്ന് മനസ്സിലാവും. പച്ചമുളക് നന്നായിട്ട് അരച്ചു ശരിക്കും ഇങ്ങനത്തെ ചോറിന് ഇതാണ് വേണ്ടത്. ചമ്മന്തി വേണം. ശരിക്കും ആ ഒരു സൈഡിലോട്ട് എപ്പോഴും ചമ്മന്തി ഉണ്ടാവും. ബാക്കി നമുക്ക് എന്തായാലും കൗണ്ടറിലേക്ക് പോകാതെ. അപ്പോൾ ഇതിവിടെ ഞാൻ പാക്ക് ചെയ്ത് വെക്കുകയാണ്. പിന്നീട് കഴിക്കും ആരും നോക്കും.